സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ 2 അറേയ്സ് ഉണ്ട്, ആൽഫയും ബീറ്റയും. ആ ഓരോ അറേയ്സിലെയും മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വേർഡ്സ് ആണ്. ഓരോ അറേയിലും കണ്ടെയ്ൻ ചെയ്യുന്നത് 100 വേർഡ്സ് ആണുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബേസ്ഡ് ഓൺ ദീസ് 2 അറേയ്സ് നമ്മൾ പുതിയൊരു അറേ ജനറേറ്റ് ചെയ്യുവാണ്, ദാറ്റ് ഈസ് ഗാമ. അതിനെ ഒപ്റ്റെയിൻ ചെയ്യും, ഗാമയിലുള്ള ഓരോ എലമെൻസിനെ ഒപ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഒപ്റ്റെയിൻ ബൈ മൾട്ടിപ്ലൈയിങ് ദ കറസ്പോണ്ടിങ് ആൽഫ എലമെൻറ്റ്സ് ബൈ 4 ആൻഡ് ആഡിങ് ദ കറസ്പോണ്ടിങ് ബീറ്റ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആൽഫ എലമെൻറ്റ്സിൽ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബീറ്റ വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, സോ ആ ഇക്വേഷനാണ് ഞാനിവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. സപ്പോസ് നമുക്കിപ്പം ഗാമ ഓഫ് 0 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 4 ഇൻറ്റു ആൽഫ ഓഫ് 0 പ്ലസ് ബീറ്റ ഓഫ് 0 അല്ലേ? അതായത് എങ്ങനെയാണോ ഗാമ കിട്ടുന്നതെന്നാണ് അവർ ഈ ലൈനിൽ ഫസ്റ്റ് നമുക്ക് ക്ലൂസ് തന്നിരിക്കുന്നത്. ആൽഫയെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ബീറ്റ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ എല്ലാം എങ്ങനെയാണ്? ഇൻഡെക്സുകൾ സെയിം ആയിരിക്കും അല്ലേ? ഗാമ ഓഫ് 0 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ആൽഫ ഓഫ് 0യും ബീറ്റ ഓഫ് 0യും ആയിരിക്കും. ഓക്കെ, ആൽഫ ഓഫ് 0യിലേക്ക് നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ബീറ്റ ഓഫ് 0യെ നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു അറേ പ്രോഗ്രസ് ചെയ്യുന്നത്. ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള അറേ ക്രിയേറ്റ് ആയി, അതിൻ്റെ പ്രോഗ്രഷൻ ഈ ഒരു ഇക്വേഷൻ്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്കറിയാം, ഇവിടെ നമുക്ക് 3 അറേയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റീജർ അറേയ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നമ്പർ അറേയ്സ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെല്ലാം നമ്മൾ റിസർവ് വേർഡ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വേർഡ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 3 അറേയ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഓരോന്നും എന്താണ്? വേർഡ്സ് ആണ്. സോ അറേ ആയതുകൊണ്ട് നമ്മൾ റിസർവ് വേർഡ് കൊടുത്തു. ഓരോ അറേയുടെയും സൈസ് എത്രയാണ്? 100 ബൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഒരു അറേയിൽ നമുക്ക് ശരിക്കും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം, ഇവിടെ നമുക്ക് ആൽഫ വാല്യൂവിനെ നമ്മൾ ഡയറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ആൽഫയോടെ നമ്മൾ എന്ത് ചെയ്യണം? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? 4 എന്നുള്ള ഒരു ലേബൽ കൊടുത്തു, അതിൻ്റെ നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്തു, വേർഡ് ഓഫ് 4 ആയിട്ട് കൊടുത്തു അല്ലേ? അതേപോലെ നമുക്കറിയാം ഇതൊരു ഇൻറ്റീജർ അറേയാണ്, ന്യൂമറിക്കൽ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻഡെക്സിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും? +3 വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ 3 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3 എന്നുള്ളൊരു ലേബൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ആൽഫ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 4. ഇൻഡെക്സിൽ വരുന്ന അപ്ഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 എന്നുള്ള ലേബൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0യിൽ നിന്നാണ്. അറേയുടെ ഇൻഡെക്സിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്? 300 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 0 മുതൽ എത്രയാണ്? 299 വരെയുള്ള ലൊക്കേഷൻസിലായിരിക്കും ഈ ഒരു അറേയിൽ എലമെൻറ്റ്സ് ഫില്ലാവുക അല്ലേ? അപ്പോൾ 297, 298, 299 ഈ 3 ബൈറ്റ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അറേക്കകത്തുള്ള ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് എലമെൻറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ അറേയുടെ എൻഡ് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 299 വരെ നമ്മൾ പോയി നോക്കിയാൽ മതി. നമ്മൾ ലെസ് ദാൻ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് എവിടം വരെ കൊടുക്കാം? 300 വരെ നമുക്ക് കൊടുക്കാം. ആ 300 എന്നുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളാണ് K300. ഓക്കെ, അപ്പോൾ എല്ലാ വേരിയബിൾസും ഇപ്പോൾ ഫെമിലിയർ ആയല്ലോ. അറേയ്സ് ഉണ്ട്, ആ അറേയ്സിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടുള്ള 4 ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 ഉണ്ട്. പിന്നെ അറേയുടെ ഇൻഡെക്സിനെ നമുക്ക് ബിഗിനിങ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ 0യും സ്റ്റോർ ചെയ്യുന്നുണ്ട്, എൻഡിങ് വാല്യൂ ആയിട്ട് നമ്മൾ 300 നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സിലേക്ക്, അതായത് നമ്മുടെ ഇൻഡെക്സ് രജിസ്റ്ററിലേക്ക് നമ്മൾ 0 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ബിക്കോസ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗാമ ഓഫ് 0 ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആൽഫ ഓഫ് 0യും ബീറ്റ ഓഫ് 0യും ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ എല്ലാ ഇൻഡെക്സ് സെയിം തന്നെയാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ എക്സ് എന്നുള്ള ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് സെറ്റ് ചെയ്യാം? 0 ആയിട്ട് സെറ്റ് ചെയ്യാം. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു? എക്സ് രജിസ്റ്ററിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു വിത്ത് ദ വാല്യൂ ഓഫ് 0. ഓക്കെ, ആ 0 എന്നുള്ള വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? ഇൻഡെക്സ് എന്നുള്ള വേരിയബിളിൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ആ ഫസ്റ്റിലത്തെ വാല്യൂ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഓപ്പറൻറ്റിനെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു? LDA ആൽഫ, എക്സ് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ അക്യുമുലേറ്ററിലേക്ക് ഫസ്റ്റ് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഓഫ് 0യിലുള്ള വാല്യൂ. ഓക്കെ, ആൽഫ ഓഫ് 0യിലുള്ള വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? അക്യുമുലേറ്ററിൻ്റെ കയ്യിലുണ്ട് ആണല്ലോ. ആ വാല്യൂനെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 4 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്ത് വെച്ചിട്ടാണ്? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സെക്ഷൻ ഇവിടെ ഓവറായി. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? അക്യുമുലേറ്ററിൻ്റെ കയ്യിലുണ്ട് ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ? ഈ അക്യുമുലേറ്ററിൻ്റെ കയ്യിലിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? ബീറ്റ ആയിട്ട് എന്ത് ചെയ്യണം? ആഡപ്പ് ചെയ്യണം ആണല്ലോ. സോ ബീറ്റയുടെ ഇൻഡെക്സ് എത്രയാണ്? 0 തന്നെയാണ്. ഇൻഡെക്സിനകത്ത് മാറ്റമൊന്നുമില്ല. സോ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ എന്നുള്ള അറേയുടെ പേരും ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് എക്സ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ്
ആയിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 0 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്, ആഡ് ചെയ്യാൻ കൊടുത്തു. എന്താ ആഡ് ചെയ്യേണ്ടത്, ബീറ്റയും എക്സും. സോ ബീറ്റയും എക്സും ബീറ്റ ഓഫ് എക്സ്, അതായത് ബീറ്റ ഓഫ് 0യിലുള്ള വാല്യൂ നമ്മുടെ കയ്യിലുള്ള അക്യുമുലേറ്ററിൻ്റെ ഇനീഷ്യൽ വാല്യൂ, ദാറ്റ് ഈസ് 4 ഇൻറ്റു ആൽഫ ഓഫ് 0. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, അക്യുമുലേറ്ററിൽ ഇരിപ്പുണ്ട്. ഓക്കെ, സോ ഈ ഒരു എൻറ്റയർ റിസൾട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഗാമയിലുള്ള എലമെൻറ്റ്. ദാറ്റ് ഈസ് ഗാമ ഓഫ് 0യിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഏത് വാല്യൂ ആണ്, ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ നമ്മുടെ അക്യുമുലേറ്റർ ക്യാരി ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഗാമ ഓഫ് 0യിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് എന്ത് കിട്ടും, നമ്മുടെ ഗാമയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് സെറ്റായി. ദാറ്റ് ഈസ് ഗാമ ഓഫ് 0യിൽ ഇപ്പോൾ ഏത് വാല്യൂ വന്നു, ഈ ആൽഫ വാല്യൂവിനും ബീറ്റ വാല്യൂവിനെയും ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റിസൾട്ട് ഇപ്പോൾ എവിടെയുണ്ട്, ഗാമ ഓഫ് 0യിലുണ്ട് ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ഗാമ ഓഫ് 0 മാറിക്കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റ് നമ്മളിനി ഫില്ല് ചെയ്യാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 0 മാറിയിട്ട് ഇതൊരു വേർഡ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത് യൂസ് ചെയ്യേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 3 ആയിരിക്കണം ആണല്ലോ. സോ വി വോണ്ട് ടു അപ്ഡേറ്റ് ദ ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളത്, എക്സ് ആണുള്ളത്. സോ ഇൻഡെക്സ് വാല്യൂവിനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഇൻഡെക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ അപ്ഡേഷന് വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് ലോഡ് ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, +3 ആണ് നമ്മൾ കൊടുക്കുന്നത്, +3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത വേരിയബിൾ എക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾ ഇൻഡെക്സ് തന്നെയാണ്. എന്താണ്, ഇൻഡെക്സ്. ഓക്കെ, കൺഫ്യൂഷൻസ് വരല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആഡ് 3 കൊടുത്തു. ആഡ് 3 കൊടുക്കുന്ന സമയത്ത് പ്രസൻ്റ്ലി ഇൻഡെക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു, 0 ആയിരുന്നു. +3 ചെയ്തപ്പോഴേക്കും ഇൻഡെക്സിൻ്റെ വാല്യൂ എന്തായി മാറി, 3 ആയി മാറി. എന്നിട്ട് എന്ത് ചെയ്തു, ആ വാല്യൂ നമ്മൾ ആരിലേക്ക് സ്റ്റോർ ചെയ്തു, ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്തു. സോ ഈ 3 ഇൻസ്ട്രക്ഷൻസിൻ്റെയും യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, we want to update the index by 3. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സിറ്റിംഗ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡെക്സിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ആരുടെ കയ്യിലും ഉണ്ട്, അക്യുമുലേറ്ററിൻ്റെ കയ്യിലും ഉണ്ട് അല്ലേ. അക്യുമുലേറ്ററിൻ്റെ കയ്യിലിരിക്കുന്ന വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യണം, 300 ആണെന്ന് ചെക്ക് ചെയ്യണം. 300 ആണെന്ന് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, ഇൻഡെക്സിൻ്റെ മാക്സിമം റേഞ്ച് എവിടം വരെയാണ് പോകുന്നത്, 300 വരെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 300-നേക്കാളും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഇൻഡെക്സിനെ ലോഡ് ചെയ്യുന്നത് മുതൽ നമ്മൾ ഓരോ സബ്സീക്വൻ്റ് ആയിട്ടുള്ള അറേ ഇൻഡെക്സ് വാല്യൂസിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉൾപ്പെടെ നമ്മുടെ ഇൻഡെക്സിൻ്റെ അപ്ഡേഷൻ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ജംപ് ലെസ് ദാൻ കണ്ടീഷനിൽ കൊടുത്തുകൊണ്ട് വി ആർ ലൂപ്പിംഗ് ഇറ്റ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഒരു സിക്ക് കോഡ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഒരു അറേയിലേക്ക് വേറെ 2 അറേസിൻ്റെ വാല്യൂസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്തത് ഒരു തേർഡ് അറേയിലേക്കാണെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിക്ക് കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സെയിം കോണ്ടെക്സ്റ്റ് തന്നെ നമുക്ക് എവിടെയും വർക്ക് ഓൺ ചെയ്യാം, സിഗ്ബാർ എക്സിയിൽ നമുക്ക് ചെയ്യാം. സോ സിഗ്ബാർ എക്സിയിൽ നമുക്ക് അറിയാം ഡയറക്റ്റായിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് മോഡിൽ നമുക്ക് വാല്യൂസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് വേണ്ട ഡയറക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എന്താണ്, 3 വെച്ചിട്ടാണ് ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ വി ആർ സ്റ്റോറിങ് ദിസ് അപ്ഡേഷൻ വാല്യൂ ഇൻ ടു ദിസ് രജിസ്റ്റർ കോൾഡ് എസ് അല്ലേ. സോ എസ്സിൽ നമ്മൾ 3 സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ അറേയുടെ ഇൻഡെക്സിൻ്റെ മാക്സിമം ലിമിറ്റ് 300 വരെയാണ്. സോ വി ആർ ഡയറക്ട്ലി സ്റ്റോറിങ് ദാറ്റ് വാല്യൂ ഇൻ ടു അനദർ രജിസ്റ്റർ കോൾഡ് ആസ് ടി അല്ലേ. സോ ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ ഇടം വരെ പോവും, 300 വരെ പോവും. ഇനി നമ്മളുടെ ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ നമ്മൾ ബിഗിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0യിൽ നിന്നാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ഫസ്റ്റിലത്തെ ഇനീഷ്യൽ ആൽഫ എലമെൻറ്റ്, അതായത് ആൽഫ ഓഫ് 0, ആൽഫയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. അക്യുമുലേറ്റർ വാല്യൂവിന്, അതായത് ആൽഫ വാല്യൂവിനെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ബീറ്റയിലേക്ക് ബീറ്റ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് ഫൈനലി നമ്മളതിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, ഗാമ ഓഫ് 0യിലേക്ക് സ്റ്റോർ ചെയ്യണം. ഈ സെയിം പ്രോസസ്സ് അല്ലേ. അതായത് ആൽഫ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ആൽഫ വാല്യൂവിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ നമ്മൾ എവിടെ വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിൽ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ബീറ്റ വാല്യൂ ആയിട്ട് നമ്മൾ ആഡപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളതിനെ എവിടെ സ്റ്റോർ ചെയ്യണം, ഗാമ ഓഫ് കറസ്പോണ്ടിങ് ഇൻഡെക്സിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ. ആൽഫയും ബീറ്റയും ഗാമയും ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡെക്സുകൾ സെയിം തന്നെ ആയിരിക്കണം ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻഡെക്സിന് വരുന്ന അപ്ഡേഷൻസ് മെൻഷൻ ചെയ്യണം. ഇൻഡെക്സിന് വരുന്ന അപ്ഡേഷൻ എങ്ങനെയാണ്, എസ് പ്ലസ് എക്സ് കോമ എക്സ് ആണ്. അതായത് 3 വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, ഇൻഡെക്സ് രജിസ്റ്റർ ആയിട്ടുള്ള എക്സിലേക്ക് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. കുഴപ്പമില്ലല്ലോ, നേരത്തെ ചെയ്ത കണ്ടീഷൻ തന്നെയാണ്. ഓരോ തവണ അപ്ഡേഷൻസ് കഴിയുന്തോറും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്, വെദർ നമ്മുടെ ഈ വാല്യൂ, അതായത് ഇൻഡെക്സിൻ്റെ വാല്യൂ ഇഫ് ഇറ്റ് ഇസ് എന്താണ് ഗ്രേറ്റർ ദാൻ
ഗ്രേറ്റർ ദാൻ 300 ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ടിയിലുള്ള വാല്യൂ എന്താണ്? 300 ആണ്. സോ വി ആർ കമ്പയറിംഗ് ദിസ് വാല്യൂ വിത്ത് 300. എന്നിട്ട് നമ്മൾ ഈ വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ, ഇഫ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഇസ് ലെസ് ദാൻ 300, ദെൻ വി വോണ്ട് ടു ലൂപ്പ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 അറേയ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഓരോന്നും എന്താണ്? ഇൻറ്റിജേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈച്ച് ഓഫ് ദം ആർ ഹാവിങ് എ സൈസ് ഓഫ് 100. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കംപ്ലീറ്റ് പ്രോഗ്രാം. ഒരു അറേയുടെ പ്രോഗ്രാം അറിയാമെങ്കിൽ അതിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് തിങ്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളാണ് ഈ കോൺസെപ്റ്റ്സ്. കുറച്ച് ലെങ്തി പ്രോഗ്രാംസ് പോലെ തോന്നുമെങ്കിലും കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എഴുതി തന്നെ നോക്കണം ഇത്.